ഹലോ ഫ്രണ്ട്സ്, റിവ്യൂ ആൻഡ് റിയാക്ഷൻ ചാനലിലെ അടുത്തൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് നമ്മുടെ കാന്താര ദ ലെജൻഡ് ചാപ്റ്റർ 1 നമ്മളിന്ന് കഴിഞ്ഞ റിവ്യൂ ഓൾറെഡി പണ്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ തിയേറ്ററിൽ ഇറങ്ങിയ അന്ന് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ OTT റിലീസായി. അപ്പൊ ഞാനന്നത് ശരിക്കും പറഞ്ഞ 2 പ്രാവശ്യം കണ്ടൊരു സിനിമ. അപ്പൊ ഇതേപോലെ 3-ാമത്തെ പ്രാവശ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇന്റർവൽ സീനായി. അപ്പൊ നമുക്കത് റിയാക്ട് ചെയ്ത് തരണം. അപ്പോൾ അത് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് ഇനി ഇന്റർവൽ സീനും ക്ലൈമാക്സ് സീനും മാത്രം റിയാക്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു നല്ലൊരു അടിപൊളി ഭാഗമുണ്ട്. ചിലപ്പോൾ അതും റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നീട്ടിക്കൊണ്ട് ഒരുപാട് പോണില്ല. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഓക്കെ. നമുക്ക് ഇവിടെ തൊട്ടാണ് കാണേണ്ടത്. ഇവിടെ തൊട്ടാണ് ഇന്റർവെല്ല് കിട്ടുന്ന സീന്. അതായത് നമ്മുടെ ബർമ്മ അവർക്ക് അവിടെ പോയി അവർക്ക് അവന്റെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട്, അവരുടെ മാർക്കറ്റിൽ വിൽക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉൾക്കാട്ടിലേക്ക് പോവാണ്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് സംഭവമാണ് ശരിക്കും പറഞ്ഞത്. പുള്ളിയുടെ ഭയങ്കര ഫാനായിട്ടോ ഋഷഭ് ഷെട്ടിയുടെ. പുള്ളിയുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പുള്ളി ഒരു ദൈവാംശമാണ്. ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പുള്ളിനെ വിട്ടാനാണ്. ഈ ഒരു സീനുണ്ടല്ലോ, പൊന്നോ, വീട്ടിലും സീനാ. ഓയ്യോ ജാങ്കോ VFX ഒക്കെ പൊളിച്ചിട്ടുണ്ടോ? ഒരു രക്ഷയില്ല VFX. അറബി എന്താ സീനല്ലേ. ബർമേനെ ചെറുപ്പം തൊട്ട് സംരക്ഷിച്ചിരുന്ന ആളാണ് ആ ടൈഗർ. പിന്നെ എന്തെങ്കിലും ചെയ്യുവനെ? ഒന്നും ചെയ്യില്ല. അവരെ പേടിപ്പിച്ച് മാറ്റി നിർത്താം. ഡയറക്ഷൻ, അഭിനയം എല്ലാം കൊണ്ട് എങ്ങനെ സാധിക്കുമെന്ന് എനിക്കറിയില്ല. സ്റ്റാർ ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് നേരെ പോലെ പോയി അഭിനയിക്കും. എന്റെ പൊന്നെ, അയ്യോ, മ്യൂസിക്കും നമുക്ക് എനിക്കും ശരിക്കും നമുക്ക് സീനല്ലേ. എന്റെ അമ്മോ, എന്ത് സീനാണ്. കിട്ടില്ല സീൻ ഒന്നും പറയാല്ല. അടിപൊളി പൊളി സീന്. അതിനും ഒന്നും വരാനില്ല ഇനി. നമ്മള് പുതിയ ചാനലായതുകൊണ്ട് നല്ല രീതിയിൽ പെട്ടെന്ന് വിഷ്വൽസും നമുക്ക് കോപ്പറേറ്റ് അടിക്കണ്ട ശരിക്കും. അപ്പൊ നമ്മൾ നോക്കിയും കണ്ടുവേണം ഇടാനായിട്ട്. കാരണം നമ്മൾ ഇനിയിപ്പോ ഒന്ന് വെരിഫൈഡ് ചാനലൊക്കെ ഇതുപോലത്തെ വീഡിയോ ഇട്ടിട്ട് ആരെയും കോപ്പറേറ്റ് അങ്ങനെ അടിക്കണില്ല. അവർക്കൊക്കെ ക്ലെയിം ചെയ്ത് കിട്ടണ്ട. എന്താ കാരണം എന്ന് എനിക്കറിയില്ല. അവർക്ക് വഴിയുണ്ടോ? വഴി കാണാനില്ല. ശരിക്കും ചെവി എന്താ പോലെ.
അവനെ ബാക്കിൽ വന്ന് നിങ്ങൾ ഇതുവഴി വരുന്ന അറിയായിരുന്നു പറഞ്ഞില്ലേ. എന്തോ കാര്യമായിട്ട് നിന്ന കാട്ടില്. കാരണം അവരെ ബന്ധസ്ഥനാക്കി വെച്ചേക്കായിരുന്നു, അതുപോലെ തന്നെ അയക്കുകയാണ്. ശരിക്കും ഞങ്ങൾ പോവാൻ പാടുന്നതിന്റെ ഒരു തെളിവായിരുന്നു അത് ഇവൻ തന്നെ മുറിച്ചു കളഞ്ഞത്. ശരി കുറച്ച് അടിച്ചല്ലോ കേട്ടോ, നമുക്ക് ആ സീൻ തന്നെ മതി. ഇനിയിപ്പോ ഒരു ആ സുഗന്ധദ്രവ്യങ്ങളെ പറക്കാൻ നിൽക്കുമ്പോ ഒരു സീനുണ്ടോ? ഓ ചേട്ടാ അമ്മോ. ഓ ഓ ചേട്ടാ അമ്മോ. ഓ അണ്ടർടേക്കർ അണ്ടർടേക്കർ അല്ലേ? അതെ അതെ. ഓ പൊളിച്ചു. എന്നാ സീനല്ലേ. മ്യൂസിക് ഒക്കെ പൊളിച്ചിട്ടുണ്ടോ, ഒന്നും പറയാനില്ല. വരാഹരൂപം എപ്പോ കേട്ടാലും എനിക്ക് ഭയങ്കര ഫീൽ ആവും.
ഇനിയാണ് ആള് വന്നത്. ഓ എന്തോ പ്ലേഗ്. ഓ എന്റെ അമ്മോ, എന്താ ഈ കണ്ടെത്തണെന്ന പോലെ. ഓ ഓ ഇപ്പൊ ഒരു സീൻ കേട്ടോ, എന്റെ അമ്മോ സീനാണ്, കിട്ടില്ല സീന്. ഇതാണ് സീന്, കിട്ടില്ല സീൻ. ഏറ്റവും എന്ത് സീനാണ്. ഇതുപോലെ തന്നെ ഇവരെ അത് സ്റ്റോറിയിൽ കാണിക്കുന്നുണ്ട്. ഈ പുലി തന്നെ വന്നിട്ട് ഇവരെ രക്ഷിക്കണ സീനുണ്ട് ഇവരെ തന്നെ. ആദ്യം കൊന്നു, സിമ്പിൾ വില്ല എൻട്രിയിൽ തന്നെ ഇവരെ കൊന്നുകളഞ്ഞു. ഇത് സീനുണ്ടോ, ചെറുപ്പം തൊട്ട് ഇവനെ രക്ഷിക്കുന്ന ആളാണ്. ഏറ്റവും അമ്മോ എന്ത് സീനാണ്. എന്റെ പൊന്നോ, അതാണ് സീന്. ഓക്കെ ഗൈസ്, ഇത്രേ ഉള്ളൂ. അടിപൊളി സീൻ. ഇനിയിപ്പോ ഒരുപാട് ലെങ്ത് കൂട്ടിക്കഴിഞ്ഞാലും നമുക്ക് പ്രശ്നമാണ്. കാരണം യൂട്യൂബിൽ ഇപ്പൊ മിക്കവാറും കോപ്പറേറ്റ് ഒക്കെ തരും. കാരണം പടം കഴിഞ്ഞ ദിവസം ഇറങ്ങിയല്ലോ, റിലീസ് ചെയ്തല്ലോ. അപ്പോ ഇതിന്റെ ഇനി നമുക്കിനി നമ്മുടെ ഇവരുടെ വില്ലേജ് ഒക്കെ റെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഉള്ള ഒരു അടിപൊളി സീൻ ഉണ്ട് പുള്ളിയുടെ, അതും കാണാം. നമുക്ക് ഇനി റിയാക്ട് ചെയ്യാൻ പിന്നെ ഫൈനൽ ക്ലൈമാക്സ് കാണാം. അപ്പൊ ഇതിന്റെ സ്റ്റോറി എക്സ്പ്ലനേഷൻ വീഡിയോ എനിക്ക് ഇട്ടകൊള്ളാന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വ്യൂ വരുമെന്ന് എനിക്കൊരു ഡൗട്ട്. അപ്പൊ അതുകൊണ്ട് ഞാനത് നോക്കിയിട്ട് ഇട്ടുള്ളൂ. എന്തായാലും സ്റ്റോറി എക്സ്പ്ലനേഷൻ വീഡിയോസ് ഒക്കെ ചെയ്താൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ നല്ല ആഗ്രഹമുള്ള സംഭവം. അപ്പൊ നമുക്ക് എന്തായാലും ഇനിയിപ്പോ അടുത്ത ഇതിന്റെ വീഡിയോ ആയിട്ട് വരാം. അപ്പൊ നമുക്കിനി വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ കാണാം.